പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 11ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ലക്ഷം ധനിക്കു ദശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചളവിലോ ലക്ഷം ശതം നിയുത ലക്ഷം സഹസ്രശതലക്ഷം ദുരാശകളിമേ. അക്ഷങ്ങൾ നമ്മുടെയ ശിക്ഷയ്ക്കധീനമുത ദക്ഷം മനസ്സവിഷയം ലക്ഷം ദുരാശയിതു രക്ഷപ്പെടും പളനി ഭിക്ഷ പ്രഭോ കരുണയാ. ലക്ഷം ധനിക്കു ദശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചളവിലോ ലക്ഷം ശതം നിയുത ലക്ഷം സഹസ്രശതലക്ഷം ദുരാശകളിമേ. അക്ഷങ്ങൾ നമ്മുടെയ ശിക്ഷയ്ക്കധീനമുത ദക്ഷം മനസ്സവിഷയം ലക്ഷം ദുരാശയിതു രക്ഷപ്പെടും പളനി ഭിക്ഷ പ്രഭോ കരുണയാ. ഇതാണ് ശ്ലോകം. ലക്ഷം ധനിക്ക് ലക്ഷപ്രഭുവിന് ദശലക്ഷത്തിലാശ ദശലക്ഷങ്ങളിലാണ് ആഗ്രഹം. ദശലക്ഷം ലഭിച്ചളവിലോ 10 ലക്ഷം കിട്ടുമ്പോൾ 10 ലക്ഷം രൂപ കയ്യിൽ ഉള്ളവൻ്റെ സ്ഥിതിയാണെങ്കിലോ ലക്ഷം ശതം നിയുത ലക്ഷം ശതലക്ഷത്തിലായിരിക്കും അവൻ്റെ ആശ. അത് കഴിഞ്ഞാൽ അത് നിയുത ലക്ഷം എന്ന് പറഞ്ഞാൽ 10,000 ലക്ഷത്തിലും സഹസ്ര ശതലക്ഷം പിന്നെ 1000 ലക്ഷത്തിലും ആശയുണ്ടാകും. ദുരാശകൾ ഇപ്രകാരമാണ്. അക്ഷങ്ങൾ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്കധീനം നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഉദദക്ഷം മനസ്സ് സമർത്ഥമായ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയും. അല്ലെ, അങ്ങനെ പിന്തിരിഞ്ഞാൽ ലക്ഷം ദുരാശയിത് ലക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ദുരാശകളിൽ നിന്ന് രക്ഷപ്പെടും. പളനി ഭിക്ഷ പ്രഭോ കരുണയാ. പളനിവാസനും ഭിക്ഷകളെയെല്ലാം പ്രഭവിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യൻ്റെ കരുണയാ എന്ന് പറഞ്ഞാൽ കരുണയാൽ എന്നാണ്. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. 1 ലക്ഷത്തിൻ്റെ സ്വത്തുള്ളവന് 10 ലക്ഷത്തിലായിരിക്കും ആഗ്രഹം. 10 ലക്ഷത്തിൻ്റെ സ്വത്ത് ലഭിക്കുമ്പോൾ 100 ലക്ഷത്തിലും 100 ലക്ഷം ലഭിക്കുമ്പോൾ 1000 ലക്ഷത്തിലും ആശയുണ്ടാകും. 1000 ലക്ഷം കയ്യിലാകുമ്പോൾ 10,000 ലക്ഷമായിരിക്കും ലക്ഷ്യം. 10,000 ലക്ഷം കയ്യിൽ വരുമ്പോൾ അത് പിന്നീട് അതിലും മുകളിൽ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള ആശയുണ്ടാകും. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. മനുഷ്യൻ്റെ ദുരാശകൾ ഇത്തരത്തിലുള്ളവയാണ്. എന്നാൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണ വിധേയമാക്കുകയും വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ സമർത്ഥമായി പിൻവലിക്കുകയും ചെയ്താൽ പളനിവാസനും ഭിക്ഷകളെയെല്ലാം പ്രഭവിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യൻ്റെ കടാക്ഷത്താൽ ലക്ഷക്കണക്കിനുള്ള ദുരാശകളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. വിത്താശയുടെ ദോഷങ്ങളെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. വിത്താശ അല്ലെങ്കിൽ ധനാശ മനുഷ്യ മനസ്സിനെ ദുരാശകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. കോടികൾ വിലമതിപ്പുള്ള സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയാൽ ജീവിതം സുഖകരമായി തീരും എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. സമ്പത്ത് എത്ര കുമിഞ്ഞുകൂടിയാലും മനുഷ്യൻ്റെ ധനമോഹത്തിന് ശമനമുണ്ടാവില്ല.
ഭൗതിക വിഷയസുഖങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രമേ ദ്രവ്യസമ്പത്ത് ഉപകരിക്കപ്പെടുകയുള്ളൂ. ഭൗതിക സുഖങ്ങളെല്ലാം ക്ഷണികങ്ങളും അതുപോലെ തന്നെ പുനരാവർത്തന സ്വഭാവത്തോടു കൂടിയവയുമാണ്. അതുകൊണ്ട് നിത്യ സംതൃപ്തി നേടിയെടുക്കാൻ ആരാലും സാധ്യമല്ല. സുഖങ്ങൾക്ക് പിന്നാലെ കുതികൊള്ളുന്ന മനസ്സ് സംതൃപ്തമാകാത്തത് കൊണ്ടാണ് വിത്താശ അനന്തമായി നീണ്ടുപോകുന്നത്. വിഷയഭോഗാശകളെ വരുതിയിലാക്കാൻ സാധിക്കുന്ന പക്ഷം വിത്താശ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പളനീവാസനായ സുബ്രഹ്മണ്യനെ ഭിക്ഷാപ്രഭു എന്നാണ് ഈ ശ്ലോകത്തിൽ ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭിക്ഷയെ പ്രഭവിപ്പിക്കുന്നവൻ ആരാണോ അവനാണ് ഭിക്ഷാപ്രഭു. പ്രഭവിപ്പിക്കുക എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം പ്രകർഷേണ ഭവിപ്പിക്കുക എന്നാണ്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ അന്യർക്ക് നൽകുന്ന ദാനമാണ് ഭിക്ഷ. അപ്രകാരം ദാനം നൽകുവാൻ അല്ലെങ്കിൽ ഭിക്ഷ നൽകുവാൻ ശേഷിയുള്ളവന് മാത്രമേ ഭിക്ഷ നൽകാനുള്ള അർഹതയുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ആവശ്യങ്ങൾ മുടക്കാതെ തന്നെ ഭിക്ഷ നൽകാൻ ശേഷിയില്ലാത്തവൻ നൽകുന്ന ഭിക്ഷയ്ക്ക് ധർമ്മശാസ്ത്ര സമ്മതി ഇല്ലാത്തതാകുന്നു. സന്യാസിമാർ, അശരണർ, അധ്വാനശേഷി ഇല്ലാത്തവർ, വൃദ്ധജനങ്ങൾ, ഗുരുക്കന്മാർ തുടങ്ങിയവരാണ് ഭിക്ഷ സ്വീകരിക്കാൻ അർഹതയുള്ളവർ. ഭിക്ഷാടനം തൊഴിലാക്കിക്കൂടാ എന്നും ധർമ്മവിധിയുണ്ട്. നിലനിൽപ്പിനാവശ്യമുള്ള ദ്രവ്യം മാത്രമേ ഭിക്ഷയായി സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ ഭിക്ഷാടനം നടത്തി സമ്പാദിക്കുന്ന പണം ചെലവാക്കി പളനി തീർത്ഥാടനം നടത്തുന്നവരുണ്ട്. വഴിപാട് നേർന്ന് ഇത്ര ഭവനങ്ങൾ ഭിക്ഷയെടുത്ത് പളനിയിൽ പോയേക്കാം, അതിന് അങ്ങനെ ചെയ്താൽ ഇന്ന കാര്യസാധ്യമുണ്ടാകുമാറാകണമേ എന്നുള്ള പ്രാർത്ഥന, അതാണ് വഴിപാട്. അതിനെ സോപാധിക ഭക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സോപാധികമായ ഒരു വഴിപാടാണ്. ഇന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം, അതിനു വേണ്ടി ഞാൻ ഇത്ര ഭവനങ്ങൾ സന്ദർശിച്ച് ഭിക്ഷയെടുത്ത് പളനിയിൽ തീർത്ഥാടനം നടത്താം എന്ന് വഴിപാട് നേർന്ന് അതുപോലെ തന്നെ ചെയ്യുന്നവർ ധാരാളമുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം അവർക്ക് സ്വയം ബോധമില്ല. ആളുകളിങ്ങനെ ചെയ്യുന്നു, അതിനെ ഇവരനുകരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മോക്ഷമുണ്ടാകും അല്ലെങ്കിൽ കാര്യസാധ്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ സ്വാഭാവിക ഭക്തികൾക്കൊന്നും ഫലമില്ല എന്നുള്ള കാര്യം ജ്ഞാനഭക്തി ഉറച്ചു കിട്ടിയവർക്ക് മാത്രമേ മനസ്സിലാവൂ. കാരണം ഒരു ദൈവവും ഭക്തൻ്റെ വഴിപാട് നേർച്ചകൾ വാങ്ങി അതിൽ തൃപ്തിപ്പെടുന്നവരല്ല. കാരണം അതിൻ്റെ ആവശ്യം ദേവന്മാർക്കില്ല. ദേവന്മാർക്ക് ഭക്തന്മാരുടെ ഒരു ഔദാര്യവും അവർക്ക് ആവശ്യമില്ല. പണവും ആവശ്യമില്ല, ഭക്ഷണവും ആവശ്യമില്ല, വസ്ത്രം ആവശ്യമില്ല, ദ്രവ്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വാഭാവിക ഭക്തി അല്ലെങ്കിൽ സ്വാഭാവികമായ എന്ത് വഴിപാട് ആര് നടത്തിയാലും അതിന് ശരിയായ ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല എന്ന് ജ്ഞാനഭക്തി ഉറച്ചു കിട്ടിയവർക്ക് മാത്രമേ ഉത്തമ ബോധ്യമുണ്ടാവുകയുള്ളൂ. വാസ്തവത്തിൽ ഈ തീർത്ഥാടനം നടത്താനുള്ള അർഹത പോലും ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഏർപ്പെട്ട് അന്നന്നത്തെ അഷ്ടിക്ക് വകയില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഗൃഹസ്ഥന്മാർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് ഈ തീർത്ഥാടനം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. തീർത്ഥാടനം ഈ ജ്ഞാനഭിക്ഷുക്കൾക്കാണ്. ജ്ഞാനഭിക്ഷു എന്ന് പറഞ്ഞാൽ തന്നെ അവർ സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ അല്ലെ ധനസമ്പാദന പ്രക്രിയകളിലൊന്നും ഇടപെടാതെ പ്രകൃതിയെയും അതുപോലെ അറിവിനെയും ഒക്കെ ഉപാസിച്ച്
ആ വക കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ സത്യാന്വേഷണ നിഷ്ഠകളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്കാണ് വിശക്കുമ്പോൾ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടിയാൽ അത് വാങ്ങിക്കഴിക്കുക. അത് നിർബന്ധമില്ല, ഇന്ന ഭക്ഷണം വേണമെന്നില്ല. വിശപ്പടക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടിയാൽ മതിയാവും. അപ്പോൾ അവിടെ ഇന്ന ഭക്ഷണം വേണം, അല്ലെ ഇന്ന ഭിക്ഷ വേണം എന്നുള്ള പ്രതീക്ഷ പോലുമില്ലാതെയാണ് നിലനിൽപ്പിന് മാത്രം എന്തെങ്കിലും ദ്രവ്യം ആരുടെങ്കിലും അത് നൽകാൻ കഴിവുള്ളവരോട് മാത്രമേ അങ്ങനെയുള്ള ജ്ഞാനഭിക്ഷുക്കൾ ഭിക്ഷ സ്വീകരിക്കുകയുള്ളൂ. അതാണ് ആശ്രിതന്മാരുൾപ്പെടെയുള്ള സർവർക്കും അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തതിന് ശേഷം ഭിക്ഷ നൽകാൻ കൂടി പണം കയ്യിലുള്ളവൻ മാത്രമേ ഭിക്ഷ കൊടുക്കാൻ അർഹനായിട്ടുള്ളൂ. അങ്ങനെയുള്ളവരോട് മാത്രമേ ഭിക്ഷ വാങ്ങിക്കാൻ പാടുള്ളൂ. അതുപോലെ ഭിക്ഷ വാങ്ങിക്കാനുള്ള അർഹത എന്ന് പറയുന്നത് സന്യാസിമാർ, അശരണർ, അഭയാർത്ഥികൾ, അധ്വാനിക്കാൻ ശേഷിയില്ലാത്തവർ തുടങ്ങിയ ആളുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭിക്ഷയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും അറിയാതെയാണ് പലരും ഭിക്ഷാടനം നടത്തുന്നത്. അതുപോലെ ഈ ഭിക്ഷാടനത്തെ പല കൃത്രിമ മാർഗങ്ങളിലൂടെ ഭിക്ഷാടനം നടത്തി സമ്പത്ത് കൈക്കലാക്കുന്ന പ്രൊഫഷണൽസ് ധാരാളമായിട്ടുള്ള ഒരു കാലം കൂടിയാണിത്. കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അവർക്ക് അംഗവൈകല്യമുണ്ടാക്കി അവരെ കൊണ്ട് ഭിക്ഷ എടുപ്പിച്ച് കോടികളുണ്ടാക്കുന്ന വലിയ മാഫിയകൾ വൻ നഗരങ്ങളിലൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭിക്ഷകൾക്കൊന്നും അർത്ഥമില്ല. അതുപോലെ തന്നെ ഈ കൽപ്പന പ്രകാരമുള്ള പല മതപരമായ വഴിപാടുകൾക്കും ചടങ്ങുകൾക്കുമൊന്നും അർത്ഥമില്ല. അപ്പം ഇതൊക്കെ ശരിക്കും മൂല്യനവീകരണം ചെയ്യപ്പെട്ട ബ്രാഹ്മണ്യത്തിൻ്റെ പ്രതിരൂപമായ അല്ലെങ്കിൽ പ്രതീക സ്വരൂപമായ പ്രതിപുരുഷനായ സുബ്രഹ്മണ്യനെ താത്വികമായി സാക്ഷാത്കരിക്കുന്നതിലൂടെ വെളിപ്പെട്ട് കിട്ടും എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആണ്ടുതോറും ഭിക്ഷയെടുത്ത് പളനി ക്ഷേത്രം തൊഴുത് അവിടെ നിന്ന് തലമുണ്ടനം ചെയ്ത് തിരിച്ചു വന്നാൽ സർവ്വപാപങ്ങളും തീരും, അല്ലെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും, സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടും എന്നൊക്കെ ഉള്ള വിശ്വാസങ്ങൾ അത് അബദ്ധജടിലങ്ങളായ വിശ്വാസങ്ങളാണെന്നും അത് ജ്ഞാനഭക്തിക്ക് നിരക്കുന്നതല്ല എന്നും ആണ് ഈ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഗുരു വിശദമാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.